മുൻഭാഗത്തേക്ക് തുപ്പാൻ പാടില്ലെന്ന എത്ര പേരാ തുപ്പുന്നത്? നമ്മളിവിടുത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ തന്റെ മുൻഭാഗത്തേക്ക് കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല. അങ്ങനെ തുപ്പുന്നവൻ നാളെ പരലോകത്ത് നിന്ദിനായിട്ടാ വരുന്നത്. വലതുഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും അവന്റെ മുഖത്ത്, അവന്റെ നെറ്റിത്തടത്തിൽ, അവന്റെ കണ്ണുകൾക്കിടയിൽ വന്നിട്ട് നാളെ പരലോകത്ത് നിന്ദിനായി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇങ്ങനെയുള്ള ചില പാപങ്ങളുണ്ട്. പക്ഷെ ഇത് പാപങ്ങളായിട്ട് ഞാനും നിങ്ങളും കാണാറില്ല. അത് പാപമായിട്ട് ജീവിതത്തിൽ ബറക്കത്ത് വേണമെന്ന് ആശ വേണോ? ജോലിയിൽ ബറക്കത്ത് വേണോ? സമ്പത്ത് വർധന വേണോ? മക്കള് സ്വാലിഹീങ്ങളാണോ? കുടുംബത്തിൽ ഐശ്വര്യം വേണോ? എങ്കിൽ സുബഹി കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കില് സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ബറക്കത്ത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന മക്കളെ, അങ്ങനെ ഒരാളും ആഗ്രഹിക്കാറില്ല. അങ്ങനെ ആഗ്രഹമുള്ളവർ സുബഹിക്ക് ശേഷം ഉറങ്ങിക്കോ. തഴവാ ഉസ്താദിന്റെ വരികളാണ്. എനിക്ക് ജീവിതത്തിൽ ബറക്കത്ത് വേണമെന്ന് ആശ വേണോ?